ഭീകരവാദവും മൂല്യച്യുതിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മയുടെ നിലവുകൾ നൽകുന്ന ഒരുപാട് അനുഗ്രഹീത ജന്മങ്ങളുണ്ട്. ലോകത്തിന്റെ മുഖ്യധാര വിഴുപ്പുകൾക്കിടയിൽ അവരുടെ പേരുകൾ ഓർക്കപ്പെടില്ലായിരിക്കാം. എന്നാലും അനേകർക്ക് അവരെ പോലെയുള്ളവർ ക്രിസ്തുവിൽ സ്നേഹത്തിന്റെ പരിമളമാണ്. ലയോ 14 പാപ്പയോട് ചേർത്ത് വെച്ച് അനുഗ്രഹീതനായ ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് ഷെക്കന ന്യൂസ് ഇന്ന് പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത്. ദ റോസ് ഓഫ് ട്രാലി ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് പേര് കേട്ട ഒരു പ്രദേശമാണ് അയർലൻഡിലെ കെറി കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ട്രാളി പട്ടണം. സാംസ്കാരികത പ്രസരിക്കുന്ന അയർലൻഡിലെ ട്രാളി പട്ടണത്തിലേക്ക് റോസ് ഫെസ്റ്റിവലിനായി അനേകം ആളുകൾ എത്തിച്ചേരാറുണ്ട്. ട്രാളി പട്ടണത്തിന് 3.5 കിലോമീറ്റർ മാറിയാണ് ബെനർവില്ലെ വില്ലേജ്. വളരെ ശാന്തമായ ഈ ഗ്രാമത്തിലൂടെ ലീ നദി ഒഴുകി ട്രാളി കടലിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അയർലൻഡിലെ ഈ ബ്ലാനർവില്ലെ ഗ്രാമത്തിലാണ് കഥാനായകന്റെ ജനനം. 1996 മെയ് മാസം 28-ന് അയർലൻഡിലെ വാഷ് ഫാമിലിയിൽ ഫിയോൻബാർ എൽമ കത്തോലിക്ക ദമ്പതികൾക്ക് ഒരു മകൻ ജനിച്ചു. അവർ അവന് ഡോണൽ എന്ന് പേരിട്ടു. ചെറുപ്പം മുതലേ കായിക മത്സരങ്ങളോടും എഴുത്തിനോടും താല്പര്യം ഉണ്ടായിരുന്ന വാഷിന് ഭാവിയിൽ ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് ആകാനായിരുന്നു ആഗ്രഹം. തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയായിരുന്ന ഡോണൽ വാഷ് സ്പാ നാഷണൽ സ്കൂളിലും ട്രാളിയിലെ CBS ദ ഗ്രീനിലും തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനിടയിലാണ് GAA ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതും ട്രാളിയിലെ റഗ്ബി ക്ലബിൽ പങ്കുചേരുന്നതും റഗ്ബി മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നതും. വളരെ ആവേശം നിറഞ്ഞ് മത്സരക്കളത്തിൽ പന്ത് കളിക്കുന്ന കൗമാരക്കാരൻ അണ്ടർ 12 ഫുട്ബോളിൽ കെറി കൗണ്ടിയുടെ മെഡൽ നേടിയിട്ടുണ്ട്. താൻ ചെയ്യാൻ ഉദ്യമിച്ചതിലെല്ലാം നൈപുണ്യം കൈവരിക്കുവാൻ ഡോണൽ ശ്രമിച്ചിരുന്നു. അങ്ങനെ ആയിരിക്കെയാണ് തന്റെ 12ാമത്തെ വയസ്സിൽ ഓസ്റ്റിയോസാർക്കോമ എന്നറിയപ്പെടുന്ന അപൂർവമായൊരു ബോൺ ക്യാൻസർ തനിക്കുണ്ടെന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൃത്രിമ കാൽമുട്ടുമായി 9 മാസത്തെ കീമോതെറാപ്പിക്ക് വിധേയനായ ഡോണൽ തന്റെ കായിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 6 ആഴ്ച കൊണ്ട് കൃത്രിമ കാൽമുട്ട് വെച്ച് നടക്കുവാൻ ആരംഭിച്ച ഡോണൽ കളിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു ഫിറ്റ്നസ് കോച്ചായി കളിക്കളത്തിൽ തന്റെ സാമർഥ്യം തെളിയിച്ചു. അന്ന് മുതലേ തന്റെ ശിഷ്യരുടെ ഹീറോയായി തീർന്ന ഡോണൽ വാഷിന് 2012-ൽ വീണ്ടും ക്യാൻസർ രോഗം കണ്ടെത്തി. ഈ പ്രാവശ്യം ശ്വാസകോശത്തിൽ ക്യാൻസർ പടർന്നു പിടിച്ചതിനെ തുടർന്ന് ശ്വാസകോശത്തിന്റെ പകുതിയോളം ഡോക്ടേഴ്സ് നീക്കം ചെയ്തു. 2012 ജൂൺ വരെ കീമോതെറാപ്പിക്ക് വിധേയനായ ഈ കൗമാരക്കാരൻ തന്റെ പകുതി നീക്കം ചെയ്ത ശ്വാസകോശത്തിന്റെ ഊർജം വർദ്ധിപ്പിക്കുന്നതിനായി ദിവസവും 60 കിലോമീറ്ററുകളോളം സൈക്കിൾ യാത്ര ചെയ്തു. അയർലൻഡിലെ ട്രിനിറ്റി കോളേജിന്റെ സെന്റ് ജെയിംസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാമ്പത്തികമായി സഹായിക്കുന്ന വാർഷിക ധനസഹായ സംഘടനയായ ക്രോസ് റഗ്ബി ലെജൻഡ് സൈക്കിൾ എന്ന ക്ലബിൽ ഡോണൽ അംഗത്വം നേടി. പ്രശസ്തരായ റഗ്ബി കായിക താരങ്ങളും മറ്റ് കായിക പ്രേമികളും പങ്കെടുക്കുന്ന അനേകം മൈലുകൾ നീളുന്ന സൈക്കിൾ യാത്ര ക്യാൻസർ റിസർച്ചിനും ക്യാൻസർ പ്രിവെൻഷനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ 2012-ൽ ഒക്ടോബറിൽ 3ാം തവണയും ഡോണലിന്റെ ദേഹത്തിൽ ക്യാൻസർ ലക്ഷണങ്ങൾ കണ്ടെത്തി. ശരീരത്തിൽ 5 ഇടങ്ങളിൽ ക്യാൻസർ ബാധയും പലയിടങ്ങളിൽ മുറിവുകളും ഡോക്ടേഴ്സ് കണ്ടെത്തിയിരുന്നു. തന്റെ ജീവിതത്തിലെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അവർ ലേഡി ആശുപത്രിയിലെ സെന്റ് ജോൺസ് ക്യാൻസർ വാർഡിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 50,000 മുതൽ 60,000 വരെ യൂറോ ക്യാൻസർ ബാധിതനായ ഡോണൽ വാഷ് എന്ന കൗമാരക്കാരൻ സ്വരൂപിച്ചെടുത്തിരുന്നു. തന്റെ അവസാന മാസങ്ങളിൽ ക്യാൻസർ രോഗവുമായുള്ള തന്റെ ജീവിതത്തിലെ സംഘടന അനുഭവങ്ങൾ തൂലികയിൽ ചേർത്ത ഡോണൽ വിവിധ കാരണങ്ങളാൽ നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്ന സമപ്രായക്കാരായ കൗമാരക്കാർക്ക് വേണ്ടി ആത്മഹത്യ ഒന്നിനും പരിഹാരമാവില്ല എന്ന ആശയത്തോടെ വികാര നിർഭരനായി തന്റെ എഴുത്തുകൾ നടത്തി. തന്റെ ചിറക് തകർന്ന സ്വപ്നങ്ങളെ തന്റെ ആഴമേറിയ ക്രിസ്തുവിശ്വാസത്തിന്റെ കണ്ണിലൂടെ കണ്ടെത്തി മലമുകളിൽ എത്തിച്ചേരുവാൻ ശ്രമിച്ച 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ ക്ലൈംബിംഗ് ഗോഡ്സ് മൗണ്ടൻ എന്ന പേരിൽ ഒരു രചന നടത്തിയിരുന്നു. മാർച്ച് 2013-ലാണ് ഡോളനിന് കെറി ഐ റേഡിയോ കെറി ലോക്കൽ ഹീറോ അവാർഡ് ലഭിച്ചത്. ബ്രണ്ടൻ ഒ കോണറിന്റെ ദ സാറ്റർഡേ നൈറ്റ് ഷോയ്ക്ക് ശേഷമാണ് ഡോണൽ വാഷിനെ അയർലൻഡും അന്താരാഷ്ട്ര മാധ്യമങ്ങളും തിരിച്ചറിയുന്നത്. എന്നാൽ ഇതോടെ തീർന്നില്ല ഡോണലിന്റെ ജീവിതകഥ. വളരെ പ്രാധാന്യമേറിയ ഒരു സംഭവം കൂടി ഡോണലിന്റെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ടായിരുന്നു. ഡോണൽ വാഷിന്റെ പിതാവ് ഫിയോൺ ബാറിന്റെ സഹോദരൻ ഫാദർ മൈക്കിൾ വാഷ് അഗസ്റ്റീനിയൻ സന്യാസ സഭാംഗമായിരുന്നു. നൈജീരിയയിൽ 35 വർഷത്തോളം മിഷണറി പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്ന ഫാദർ മൈക്കിൾ തന്റെ സന്യാസ സഭയിലെ പ്രിയോർ ജനറൽ ആയിരുന്ന ഫാദർ റോബർട്ട് പ്രിഫോസ്റ്റിന് സൺഡേ ഇൻഡിപെൻഡന്റ് പത്രത്തിൽ ഡോണൽ വാഷിന്റെ ക്യാൻസറിനോടും ജീവിത സാഹചര്യങ്ങളോടും പടവെട്ടുന്ന ജീവിതകഥ പ്രിന്റ് ചെയ്തു വന്നിട്ടുള്ള ലേഖനം കാണിച്ചു കൊടുക്കുകയും തൽഫലമായി ഡോണൽ എന്ന കൗമാരക്കാരന്റെ ജീവിതത്തെ അത്ഭുതപൂർവ്വം നോക്കിക്കണ്ട ഫാദർ റോബർട്ട് പ്രിവോസ്റ്റ് ഡോണലിനെ ഓണററി അഗസ്റ്റീനിയൻ സഭാംഗമായി സ്വീകരിച്ചിരുന്നു.
ഡൊണാൾഡ് വാഷിന് ഓണററി സഭാംഗസ്ഥാനം വാഗ്ദാനം ചെയ്ത പ്രിയോർ ജനറൽ ആയിരുന്ന ഫാദർ റോബർട്ട് പ്രിഫോസ്റ്റിന്റെ കത്ത് ഡൊണാൾഡ് ഇരു കൈ നീട്ടി സ്വീകരിച്ചു. 2013 മെയ് 11 ഡൊണാൾഡ് വാഷ് അഗസ്റ്റീനിയൻ സഭയുടെ ഓണററി സഭാംഗത്വം സ്വീകരിച്ചതും വാഗ്ദാനം നടത്തി സഭയിൽ അംഗമായതും. എന്നാൽ 2013 മെയ് 13 ഡൊണാൾഡ് വാഷ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അതേസമയം അഗസ്റ്റീനിയൻ സഭയുടെ പ്രിയർ ജനറൽ ആയിരുന്ന ഫാദർ റോബർട്ട് പ്രിഫോസ്റ്റ് പിന്നീട് പെറുവിലെ ചിക്ലാവോയിൽ ബിഷപ്പ് ആവുകയും 2023 കർദിനാളായി സ്ഥാനമേറ്റ പ്രിഫോസ്റ്റ് 2025 മെയ് 8 പത്രോസിന് പിൻഗാമിയായി 267ാമത്തെ മാർപ്പാപ്പയായി ലിയോ 14 വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ച് കർദിനാൾ തിരുസംഘത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അഗസ്റ്റീനിയൻ സഭയിലെ ഓണററി അംഗമായി ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട അയർലൻഡുകാരനായ ഡൊണാൾഡ് വാഷ് അഗസ്റ്റീനിയൻ സഭയുടെ എല്ലാ വിശുദ്ധ കുർബാനയിലും ഇന്ന് ഓർമ്മിക്കപ്പെടുന്നുണ്ട്. മായോ കൗണ്ടിയിലെ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമായ നോക്കിൽ സ്ഥിതി ചെയ്യുന്ന കപ്പേളയിൽ എല്ലാ വർഷവും മെയ് 12 ഡൊണാൾഡ് വാഷിന്റെ സ്മരണാർത്ഥം ദിവ്യബലി അർപ്പിക്കുന്നുണ്ട്. ഡൊണാൾഡിന്റെ മരണവാർഷികത്തോടനുബന്ധിച്ചാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണ സംരംഭങ്ങളിൽ ഒന്നായ ഡൊണാൾഡ് വാഷ് ഡേ ആചരിക്കുന്നത്. അഗസ്റ്റീനിയൻ സന്യാസ വൈദികനായിരിക്കുമ്പോഴും ബിഷപ്പായി നേതൃസ്ഥാനം അലങ്കരിച്ചിരുന്നപ്പോഴും പോപ്പ് ലിയോ 14 അയർലൻഡിൽ പോയി ഡൊണാൾഡ് വാഷിന്റെ സ്മരണാർത്ഥമുള്ള ദിവ്യബലി അർപ്പിക്കുമായിരുന്നു. കർദിനാൾ ആയതിനു ശേഷം സമയക്കുറവ് മൂലം എത്തിച്ചേരുവാൻ പറ്റാതിരുന്ന ഫാദർ റോബർട്ട് പ്രിഫോസ്റ്റ് മാർപ്പാപ്പയായതിനു ശേഷം ഒരിക്കൽ തന്റെ അകാലത്തിൽ നിത്യവിശ്രമത്തിനായി വിളിക്കപ്പെട്ട അഗസ്റ്റീനിയൻ സഭാംഗത്തിന് വേണ്ടിയുള്ള ദിവ്യബലിയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. ഡൊണാൾഡിന്റെ എഴുത്തുകൾ അയർലൻഡിലെ അനേകം കൗമാരക്കാരെ സ്പർശിച്ചിട്ടുണ്ട്. കൗമാരക്കാരിലുള്ള ആത്മഹത്യാ പ്രവണത നന്നേ കുറയുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇന്ന് ഡൊണാൾഡ് വാഷിന്റെ മാതാപിതാക്കൾ ഡൊണാൾഡ് തുടങ്ങിവെച്ച മിഷണറി പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ നിലതെറ്റിയ എന്തിനും ഏതിനും ആത്മഹത്യ വജ്രായുധമായി കരുതുന്ന യുവതയ്ക്കും പ്രത്യേകിച്ച് കൗമാരക്കാർക്കും ഡൊണാൾഡ് വാഷിന്റെ ജീവിതം പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.